ഹലോ ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖാണോ? ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഒരു ഒരു കുട്ടി ഡിന്നർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിന്നർ പാർട്ടി വ്ലോഗാണ്. നമ്മുടെ ഇവിടെയുള്ള ഒരു ഫ്രണ്ട്സ് ഉണ്ട്, ബേസിൽ ആൻഡ് ജിനു എന്ന് പറയുന്നിട്ട്. അവരുടെ പേരൻസ് ആക്ച്വലി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മളും അവരും തമ്മിൽ ഒരു മോർ ദാൻ 5 to 7 years ആയിട്ടുള്ള റിലേഷൻ ആണ് കേട്ടോ. നമ്മൾ നാട്ടിൽ പോയപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. മമ്മിയും പപ്പയും ഭയങ്കര സ്വീറ്റ് ആണ്. നമുക്ക് വയറ് നിറച്ച് ഫുഡ്, നല്ല ടേസ്റ്റി ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതേപോലെ നമ്മളിവിടെ ഈ അടുത്ത് കുറച്ച് പാർട്ടിക്കും കാര്യങ്ങളും ഒക്കെ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മള് കുറേ ആയി വിചാരിക്കുന്നു. അവരിപ്പോ വന്നിട്ട് ഒരു മോർ ദാൻ 3 to 4 weeks അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 1 month ആയിട്ടുണ്ടാവണം ഇപ്പൊ. അപ്പൊ കുറേ ആയി നമ്മൾ വിചാരിക്കുന്നു ആക്ച്വലി അവരെ ഒരു ദിവസം വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വിളിക്കണം എന്ന്. പക്ഷെ നമുക്ക് ലൈക്ക് അവര് ഫ്രീ ആവുമ്പം നമ്മൾ ബിസി ആയിരിക്കും, നമ്മൾ ബിസി ആവുമ്പം അവര് ഫ്രീ ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ പരിപാടി ഇതേവരെ നടന്നില്ല. സോ ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ് ടുഡേ. അപ്പൊ നമ്മൾ ചെറിയ ഒരു ഡിന്നർ പാർട്ടി പോലെ ചെയ്തിട്ടുണ്ട്. അവര് 4 പേരും, ബേസിലേട്ടന്റെ വൈഫ് ജിനു, പിന്നെ പേരൻസ് 2 പേരും വരുന്നുണ്ട്. ഓൾസോ നമ്മുടെ വളരെ കുറച്ച് ഫ്രണ്ട്സ്, എല്ലാവരും ഇല്ല, ബട്ട് കുറച്ച് നമ്മുടെ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് താമസിക്കുന്ന കുറച്ച് ഫ്രണ്ട്സിനെയും കൂടി നമ്മൾ വിളിച്ചിട്ടുണ്ട്. ജസ്റ്റ് എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗെദർ പോലെ, ഒരു മോർ ദാൻ ലൈക്ക് ഫ്രണ്ട്സ് ആണ്, ബട്ട് മോർ ദാൻ ലൈക്ക് എ ഫാമിലി ആണ് നമുക്ക് അവര്. അപ്പം ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ പോലെ ഒരു ചെറിയൊരു ഫാമിലി ഡിന്നർ. So that's all about today, guys. So welcome to my channel. നമ്മുടെ ഇന്നത്തെ ഗെറ്റ് ടുഗെദറിന് വേണ്ട മെനുവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുൻകൂട്ടി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് വേണ്ട ഗ്രോസറിയും കാര്യങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾ തലേദിവസം പോയി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രിപ്പറേഷൻ വന്നിട്ട് ക്യാബേജ് തോരനാണ്. നമുക്കിവിടെ ഓൾറെഡി ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഷ്രെഡ് ചെയ്ത ക്യാബേജ് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് തന്നെ ക്യാബേജ് തോരനായിരിക്കും. ബിക്കോസ് അത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അരിയുക, പിടിക്കുക, അങ്ങനത്തെ കഷ്ടപ്പാടുകളൊന്നുമില്ല. പിന്നെ തലേദിവസം തന്നെ ഞാൻ മീൻ കറിയും ഓൾസോ ബീഫ് കറിയും ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് എല്ലാത്തിനും കൂടി സമയം കിട്ടില്ലല്ലോ. ഇതാ കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല ക്യാബേജ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ക്യാബേജ് വെന്ത് കിട്ടേണ്ട താമസമേ ഉള്ളൂ. പിന്നെ തേങ്ങയും ഇട്ട് ഇളക്കിയെടുത്താൽ തോരൻ റെഡി. ഇപ്പം ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫിഷ് കട്ട്ലൈറ്റിന് വേണ്ട ഗ്രേവിയാണ്. ഞാൻ എടുക്കുന്നത് ഈ ഒരു ഫിഷ് കട്ട്ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് ട്യൂണ മീനാണ് കേട്ടോ എടുക്കുന്നത്. അത് ക്യാൻഡ് ട്യൂണ വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ഫിഷ് കട്ട്ലൈറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബിക്കോസ് എഗെയിൻ ഇറ്റ്സ് വെരി ഈസി ടു മേക്ക്, അത്രയേ ഉള്ളൂ. കാരണം ഇതിൽ ഈ ക്യാൻഡ് ട്യൂണ ഓൾറെഡി ഷ്രെഡ് ചെയ്ത് ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്ത സാധനമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രേവി ഒന്ന് റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ട്യൂണ ക്യാനിൽ നിന്ന് വെളിയിലെടുത്ത് ഒന്നിട്ട് ഇളക്കിയെടുക്കുക മാത്രം മതി. ഈ രണ്ടാമത്തെ ബോക്സില്ലേ, അതിൽ നിന്ന് ആ ഒരു ക്യാനിൽ നിന്ന് ഈ ട്യൂണ വെളി വരുന്നേ ഉണ്ടായിരുന്നില്ല. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ അത് വെളി വന്നത്. എന്താണെന്നറിയില്ല, ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ. അപ്പോൾ അതാ ഈ ഒരു ക്യാൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി വെള്ളവും കാര്യങ്ങളും ഉണ്ടല്ലോ ആ ഒരു ഫിഷിൽ. അപ്പോൾ ആ ഒരു വെള്ളവും കാര്യങ്ങളും ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി സെറ്റാണ്. പിന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് എടുത്ത് ഇളക്കി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ഒരു കട്ട്ലൈറ്റിന് വേണ്ട ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ക്യാൻഡ് ട്യൂണ വെച്ചിട്ട് അല്ലെങ്കിൽ ക്യാൻഡ് ഫിഷ് വെച്ചിട്ട് ഇതുവരെ കട്ട്ലൈറ്റ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര സിമ്പിളുമാണ്. ഓൾസോ ഇറ്റ്സ് വെരി ടേസ്റ്റി. 18 to 20 കട്ട്ലൈറ്റ്സോളം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കേട്ടോ. ഇനി മോരുകറിക്ക് വേണ്ട തൈരൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോര് കാച്ചിയതിന് ആ തൈരൊന്നും ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കില്ല. പിന്നെ ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പിയും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പിന്നെ ചില ഡിഷസൊക്കെ ഞാനും യൂട്യൂബിലൊക്കെ നോക്കിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്നത്തെ നമ്മുടെ മെനുവിൽ പാൽക്കപ്പയും കൂടെ ഉണ്ട്. അപ്പം അതിൻ്റെ കപ്പയും കാര്യങ്ങളൊക്കെ അഖിൽ ഇൻ ദ മീൻ ടൈം എനിക്ക് സ്ലൈസ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നതുണ്ടല്ലോ, നമ്മുടെ കട്ട്ലേറ്റ് വറക്കാനുള്ള കട്ട്ലേറ്റ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് പ്രെപ്പ് ചെയ്ത് വെക്കുക. മറ്റേ ബ്രെഡ് ക്രംസിലും മുട്ടയിലും ഒക്കെ മുക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചാലത്തെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ കട്ട്ലൈറ്റ്സ് എല്ലാം നമുക്ക് ഒരേ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു കട്ട്ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഈ പണിക്ക് പോയാൽ നമ്മുടെ ആദ്യം ഇട്ട കട്ട്ലൈറ്റ് കൂടുതൽ മൊരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനോ ഒക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് കട്ട്ലൈറ്റ്സ് എല്ലാം ഒരേ കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇടയ്ക്കൊന്ന് തീ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറായിട്ടുണ്ട്, കട്ട്ലൈറ്റ്സ് ആയിട്ടുണ്ട്, പിന്നെ മീൻകറി ആയിട്ടുണ്ട്. ഞങ്ങളുടെ കോട്ടയം സ്റ്റൈൽ മീൻകറി ആട്ടോ വെച്ചത്. പിന്നെ പാൽക്കപ്പയായിട്ടുണ്ട്. പാൽക്കപ്പ വാസ് സോ യമ്മി, ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ ഉണ്ടാക്കാനായിട്ട്. പിന്നെ കാച്ചിയ മോര്, പിന്നെ തോരൻ, പപ്പ
പപ്പടം, പിന്നെ ഒരു ബീഫ് ഒരു സെമി ഗ്രേവി പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഡെസേർട്ടിന് നമ്മൾ കട്ട് ഫ്രൂട്ട്സ് ആയിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓൾസോ അവർ വരുമ്പോഴത്തേനും നമ്മൾ നാരങ്ങാ വെള്ളവും പ്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കുക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ദാഗിൽ ഫുള്ള് ക്ലീനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്തു. കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. നമ്മുടെ പണിയൊക്കെ തീർന്നതും അവർ വന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് എന്തൊക്കെയോ കുറേ കാര്യമായിട്ട് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. പപ്പയാണെങ്കിൽ ഭയങ്കര സംസാരപ്രിയനാണ്. പിന്നെ അവർക്ക് നമ്മൾ വന്നപ്പം കോഫി, ഓൾസോ നാരങ്ങാ വെള്ളം ആൻഡ് കട്ട്ലൈറ്റൊക്കെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താ ആക്ച്വലി ഞങ്ങൾ സംസാരിച്ചതെന്ന് എനിക്ക് ഓർത്തെടുക്കാനേ പറ്റുന്നില്ല. ബിക്കോസ് ഇത് ഷൂട്ട് ചെയ്യുന്നത് ബാക്ക് ഇൻ ജൂൺ ജൂലൈ ആ ഒരു സമയത്ത് എന്തോ ഇപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയത്. പിന്നെ നമ്മുടെ വീടിനടുത്ത് 2 പാർക്കുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ചുമ്മാ ഒരു ഈവനിങ് വോക്ക് പോലെ നടക്കുക. അപ്പോൾ ഇത് നമ്മുടെ വീടിന് ഫ്രണ്ടിലുള്ള, അതായത് സ്കൂളിനോട് ചേർന്നിട്ടുള്ള ഒരു പാർക്കാണ്. പിന്നെ നമ്മൾ പോയത് വീടിൻ്റെ ബാക്കിലുള്ള ഒരു പാർക്കാണ്. ഇത് കുറച്ചും കൂടി അത്രയും ഒരു വെൽ മെയിൻറ്റെയിൻഡ് അല്ലാത്ത പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു പാർക്ക്. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ മെയിൻറ്റെയിൻഡ് ഒന്നുമല്ല, ജസ്റ്റ് ഫുൾ ഒരു കാട് സെറ്റപ്പ് തന്നെയാണ്. ഈ ഒരു പാർക്കിന് തീരെ മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ട് ഇത് വിൻ്ററിലൊക്കെ ഫുള്ളി ക്ലോസ്ഡ് ആണ്. ആകെ സമ്മറിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് ആക്സസ് ഉള്ളൂ. അഖിൽ സൈക്കിളിലാണേ വന്നത്. അതുകൊണ്ട് തന്നെ സൈക്കിളും കൊണ്ട് എന്തൊക്കെയോ നമ്പർ കാണിച്ച് നമ്മളെ വീഴ്ത്താനുള്ള തന്ത്രപ്പാടിലാണ് ആശാൻ. ഓക്കെ, എന്നാ വേണ്ട. തിരിച്ചു പോയിട്ട് ഒന്ന് ഇറക്കി വെക്കും. നമ്മളും കുറച്ചുകൂടെ ആഞ്ഞിട്ടാ നിക്കണം. നമ്മൾ ആഞ്ഞിട്ടാ, അതിനൊരു നാക്ക് ഉണ്ട്. ഇത് പഠിക്കുന്ന ആൾക്കാരെല്ലാരും ബാക്കിലേക്ക് വെന്റായിട്ടല്ലേ പോന്നെ. അതാ നമുക്ക് ഇറങ്ങുമ്പോ മനസ്സിലാവും. വിചാരിച്ച നമ്പർ ഇറക്കാൻ 2 പേർക്കും പറ്റിയില്ല. കാരണം സംഭവം ഇച്ചിരി ടഫായിരുന്നു. നമ്മൾ ആ പാർക്കിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയൊരു തോട് അല്ലെങ്കിൽ ഒരു കനാല് സെറ്റപ്പാണിത്. അതിനൊരു വലിയ പുഴ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ബിക്കോസ് തീരെ ആഴമൊന്നും ഇല്ലാത്ത ഒരു വെള്ളം പോകുന്ന ഒരു ചെറിയ തോട്. നമ്മളെല്ലാവരും കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ചുമ്മാ ഇങ്ങനെ കാലൊക്കെ നനച്ച് കൈയൊക്കെ നനച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു. മുന്നത്തെ അഭ്യാസം സ്റ്റെപ്പിൽ ഇറക്കാൻ നോക്കിയിട്ട് അത് നടന്നില്ലല്ലോ. അപ്പം ഇനിയിപ്പോൾ വെള്ളത്തിലേക്ക് സൈക്കിളും കൊണ്ട് ഇറങ്ങി എന്തൊക്കെയോ അഭ്യാസം കാണിക്കുന്നുണ്ട് അവിടെ ഒരാൾ. എന്താണെന്നറിയില്ല, കുട്ടിക്ക് കൗതുകം ലേശം കൂടുതലാണ്. അഖിൽ പിന്നെ ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇങ്ങനെ സൈക്കിൾ ചവിട്ടുന്നതും ഇങ്ങനെ കാടും മേടും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇങ്ങനെ ഇതുവഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടന്നോളും. പിന്നെ ഇതിലെ സൈക്കിൾ ചവിട്ടുന്നത് അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല. നിങ്ങൾക്ക് കാണാമല്ലോ, അവിടെ ഉള്ളതെല്ലാം അത്യാവശ്യം നല്ല ഭയങ്കര ഉരുണ്ട കല്ലുകളാണ്. മറ്റേ പാറയുടെ കല്ലുകളില്ലേ, അപ്പം അങ്ങനത്തെ കല്ലുകൾ. അപ്പോൾ അതുവഴി ചവിട്ടുന്നത് പറയുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല. നമ്മൾ ആക്ച്വലി ഒരു ഫാമിലീനെയും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഗ്രാസി ആൻഡ് ബിൻസി. എൻ്റെ ഇതിന് മുന്നത്തെ വ്ളോഗ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ അറിയാമായിരിക്കും. എൻ്റെ മോൺട്രിയൽ വ്ളോഗിലൊക്കെ അവർ ത്രൂ ഔട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അവിടെ നിന്നപ്പോഴത്തേനും അവർ വീട്ടിലെത്തിയെന്നും പറഞ്ഞൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. സോ നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം വെട്ടവും കണ്ടില്ല, ഒരു ഇച്ചിരി മങ്ങിയിട്ടുണ്ട്. കാര്യം ഇപ്പോഴും വെട്ടം ഉണ്ടെങ്കിലും ഇതിപ്പോൾ ഒരു 9 മണിയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാകും. കാരണം ഇവിടെ സമ്മർ ആയാലും അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. അങ്ങനെ നമ്മൾ നടപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ക്ഷീണിച്ചു. സോ ഇനിയിപ്പോൾ മെയിൻ പരിപാടിയിലേക്ക് കടക്കണമല്ലോ. നമ്മളിവിടെ കൂടുതൽ തന്നെ ഡിന്നർ പ്ലാൻ എന്നുള്ളൊരു പരിപാടിയിലാണല്ലോ. അപ്പോൾ ഡിന്നറൊക്കെ സെർവ് ചെയ്യുക. നമ്മൾ കറിയും കാര്യങ്ങളൊക്കെ ഒരു ഡിഷിലേക്ക് മാറ്റിയിട്ട് ഡിന്നറൊക്കെ സെർവ് ചെയ്തു. എല്ലാവർക്കും ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഫുഡ് അടി കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് കലാപരിപാടി വന്നിട്ട് പാട്ട് കച്ചേരി ആയിരുന്നു. ഇവിടെ പപ്പ നല്ല കിടിലം പാട്ടുകാരനാണ് കേട്ടോ. പപ്പയ്ക്ക് പാട്ടില്ലാതെ ഒരു ലൈഫില്ല. എന്താ പറയുക, മഴയുണ്ടെങ്കിലും മഴയില്ലെങ്കിലും ഫുഡിന് മുന്നും ഫുഡിന് ശേഷമൊക്കെ പപ്പയ്ക്ക് പാട്ടൊരു മസ്റ്റാണ്. അപ്പം ഞങ്ങളിതാ ടി വിയിൽ കരോക്കെയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് അതിനോടൊപ്പം പാടിക്കൊണ്ടിരിക്കുക. ഗ്രാസിൻ്റെയൊക്കെ എക്സ്പ്രഷൻ കണ്ട യേശുദാസ് തോറ്റുപോകും. അമ്മാതിരി രീതിയിലായിരുന്നു ഇവിടെ പാട്ട് കച്ചേരി. പിന്നെ എനിക്കിത് ആക്ച്വലി ഞങ്ങളുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഫുള്ള് കേൾപ്പിക്കണം എന്നുണ്ട്. ബട്ട് എനിക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരുമോ എന്നറിയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ കേൾപ്പിക്കാൻ ശ്രമിക്കാം. പിന്നെന്താ നെക്സ്റ്റ് ഞാനും ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെയും പപ്പേൻ്റെയും ഡ്യുവറ്റാണ് കേട്ടോ. ഏതോ ഒരു പഴയ പാട്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇട്ടിട്ട് ഞങ്ങൾ ഡ്യുവറ്റ് പാടിക്കൊണ്ടിരിക്കുക. കോമഡി ആയിരുന്നു. ബിക്കോസ് കരോക്കെ ഒരു വഴിക്ക് പോകും, ഞങ്ങളുടെ പാട്ട് വേറൊരു വഴിക്ക് പോകും. പിന്നെ അതിനും ഒന്നും പോരാഞ്ഞിട്ട് എൻ്റെ കാളരാകവും. ഞാൻ പറഞ്ഞല്ലോ പപ്പ നന്നായിട്ട് പാട്ട് പാടുന്നു.
ഓൾസോ അഖിലും നല്ലൊരു ഗായകനാണ്, പക്ഷേ ആൾക്ക് ഒരു ഇച്ചിരി സഭാകമ്പം ഉള്ളതുകൊണ്ട് ഒരു വിധത്തിൽ ഞങ്ങളെല്ലാം നിർബന്ധം സഹിക്കാൻ വയ്യാതെ വന്ന് ഇവിടെ ഇരിക്കുക. അപ്പോൾ കരോക്കെ ഇട്ടിട്ട് ഇങ്ങനെ പാട്ട് പാട് എന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും നിർബന്ധിച്ച് ആളങ്ങനെ ലാസ്റ്റ് പാട്ട് പാടാൻ തയ്യാറായി. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ സൈഡിലിരുന്ന് പ്രോത്സാഹനം കൊടുത്തോണ്ടിരിക്കുക. കമോൺ പാട് പാട്, യു ക്യാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ 80s ആൻഡ് 90s കിഡ്സിൻ്റെ പാട്ടൊക്കെ കേട്ട് 20കളുടെ വസന്തമായ ജിബിനാപ്പ് ഇവിടെ സൈഡിലിരുന്ന് പുച്ഛിച്ച് തള്ളുന്നുണ്ടേ. എൻ്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ ഞങ്ങളൊരു 1.5-2 മണിക്കൂറെങ്കിലും ഒറ്റ സ്ട്രെച്ചിനിരുന്ന് കുറേ പാട്ട് പാടി കേട്ടോ. ഇപ്പം ടൈം ഒരു 12:30-1 മണിയെങ്കിലും ആയിട്ടുണ്ട്. അപ്പോൾ ദാ എല്ലാവരും ബൈയൊക്കെ പറഞ്ഞ് എല്ലാവരും ഇറങ്ങാനായിട്ട് നിൽക്കുക. മമ്മി വണ്ടി ഓടിക്കില്ലേ? മമ്മി പപ്പയും കൂടെ വണ്ടി എടുത്തേക്ക് പോര്. നമ്മൾ ഈ വീഡിയോ ആക്ച്വലി ഷൂട്ട് ചെയ്യുന്നത് ബാക്ക് ഇൻ ജൂലൈയിലാണ്. ഇപ്പോൾ പപ്പയും മമ്മിയൊക്കെ സേഫായിട്ട് നാട്ടിലുണ്ട് കേട്ടോ. വി ഓൾ ഹാഡ് എ ഗ്രേറ്റ് ടൈം ടുഗെദർ. ഒരു ചെറിയ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഐ റിയലി എൻജോയ് കുക്കിംഗ് ആൻഡ് ഫുഡ് ഈസ് മൈ ലവ് ലാംഗ്വേജ്. എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.